തിരുവനന്തപുരത്ത് വർക്കലയിൽ മിന്നലേറ്റ് യുവാവ് മരിച്ചത് വിളപ്പുറം സ്വദേശി രാജേഷാണ്. രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം ഉണ്ടായത്. മേഘന മുരളി ഒരിക്കൽ കൂടി ചേരുന്നുണ്ടോ തിരുവനന്തപുരത്ത് നിന്ന്? മേഘന, പലയിടത്തും മഴയും കാറ്റും ഒപ്പം മിന്നലുമുണ്ട്. വർക്കലയിൽ ഈ യുവാവിന് എന്താണ് സംഭവിച്ചത്? വിജയകുമാർ, കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ശക്തമായ മഴയും ഇടിമിന്നലോട് കൂടിയ മഴയാണ് തിരുവനന്തപുരം ജില്ലയിൽ പെയ്യുന്നത്. അത് പല ഭാഗങ്ങളിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് വർക്കല വിളപ്പുറത്ത് 19 വയസ്സുകാരനായിട്ടുള്ള യുവാവ് രാജേഷ് ഇടിമിന്നലേറ്റ് മരിക്കുന്നത്. അത് അതിദാരുണമായിട്ടുള്ളൊരു മരണം എന്ന് പറയണം. കാരണം വീടിന് പുറത്ത് ഇരിക്കുകയായിരുന്നു. അവിടെ കാര്യമായ മഴ ആ സമയത്ത് പെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്നുണ്ടായിട്ടുള്ള മിന്നലേറ്റാണ് രാജേഷ് മരിച്ചിട്ടുള്ളത്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇപ്പോഴും മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഈ രാജേഷിന്റെ വീട്ടിൽ 2-3 ആൾക്കാർ കൂടി ഉണ്ടായിരുന്നു. പക്ഷേ അവർക്കൊന്നും അപകടം സംഭവിച്ചിട്ടില്ല, അവർക്ക് അപായം സംഭവിച്ചിട്ടില്ല. കൂടാതെ ഈ സമീപ പ്രദേശങ്ങളിലെ വീടുകൾക്കും മരങ്ങൾക്കുമൊക്കെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിലെ വീടുകളിലെ വയറിങ്ങുകൾ അടക്കം പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. അതിൽ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ മഴയ്ക്ക് ഒരു ചെറിയ ശമനമുണ്ടെങ്കിലും കഴിഞ്ഞ മണിക്കൂറുകളിൽ വലിയ മഴയും ഇടിമിന്നലും ഒക്കെ ആയിരുന്നു. അതിലാണ് ഇപ്പോൾ ഒരു മരണം സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഒരിക്കൽ കൂടി ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു. അതായത് വരും മണിക്കൂറുകളിലും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതിൽ ജാഗ്രത പുലർത്തണം എന്നുള്ളത് അടക്കമുള്ള നിർദ്ദേശങ്ങളും കാലാവസ്ഥാ വകുപ്പ് നൽകുന്നു. എന്തായാലും അതിദാരുണമായ സംഭവമാണ് തിരുവനന്തപുരം വർക്കല വിളപ്പുറത്തുണ്ടായിട്ടുള്ളത്. വിളപ്പുറം സ്വദേശി രാജേഷാണ് മരിച്ചത്. രാത്രി 8 മണിയോടെയാണ് അവിടെ ഈ മിന്നലേറ്റ് അദ്ദേഹം മരിച്ചത്. പരിസര പ്രദേശങ്ങളിലൊക്കെ വീടുകൾക്കൊക്കെ നാശനഷ്ടം, കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന വിവരം കൂടി വരുന്നുണ്ട്. മേഘന മുരളിയാണ് വിശദാംശങ്ങൾ നൽകിയത്.